അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12 ശനിയാഴ്ച. ലോകത്തെ ആദ്യത്തെ ട്രില്യണയർ പദവിക്കെടുത്ത് ഇലോൺ മസ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ IPOയുമായി ഇലോൺ മസ്കിന്റെ റോക്കറ്റ് സാറ്റലൈറ്റ് നിർമ്മാണ കമ്പനിയായ സ്പേസ് എക്സ് ഓഹരി വിപണിയിൽ ചരിത്രം കുറിച്ചതോടെയാണിത്. $7,500 കോടി സമാഹരിച്ചതോടെ കമ്പനിയുടെ വിപണി മൂല്യം 1.77 ലക്ഷം കോടി ഡോളറായി. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള 10 കമ്പനികളിലൊന്നായി സ്പേസ് എക്സ് മാറുകയും ചെയ്തു. ഇതോടെ ഇലോൺ മസ്കിന്റെ ആസ്തി $97,000 കോടി ആയിരിക്കുകയാണ്. ഇലോൺ മസ്കിന്റെ ആസ്തി ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും GDPയേക്കാൾ കൂടുതലാണ്. ഇന്ത്യയുടെ GDP ഏകദേശം $4.15 ട്രില്യൺ ആണ്. അതിന്റെ 1/4 തുല്യമാണ് മസ്കിന്റെ ഇപ്പോഴത്തെ സമ്പത്ത്. കേരളത്തിൽ വീണ്ടും നിപ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. രോഗവ്യാപനം തടയാൻ ആവശ്യമായ എല്ലാ പിന്തുണയും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച 43-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഐസൊലേഷൻ വാർഡിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. നിപ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്കും തനിക്കുമിടയിൽ ആശയക്കുഴപ്പമുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. പൂനെയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നതിലെ കാലതാമസത്തെക്കുറിച്ച് താൻ സംസാരിച്ചതിനു ശേഷമാണ് കളക്ടർ വിവരം അറിയിച്ചതെന്നും പുതിയ കളക്ടറുടെ പരിചയക്കുറവാകാം ഇതിന് കാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പകർച്ചപ്പനി ബാധിച്ച് 13,025 പേർ ഇന്നലെ ആശുപത്രികളിൽ ചികിത്സ നേടി. കൂടാതെ ഇന്നലെ മാത്രം 4 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. ഒരു ഡെങ്കിപ്പനി മരണവും ഒരു എലിപ്പനി മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകി. സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് ഇന്ധനം മുടങ്ങാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സുപ്രധാന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി വ്യവസായ വാണിജ്യ സ്ഥാപന ആവശ്യങ്ങൾക്കായി റീറ്റെയിൽ പെട്രോൾ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നത് സർക്കാർ വിലക്കി. പകരം ഇവർക്ക് ഇന്ധനം വാങ്ങാൻ പ്രത്യേക ബൾക്ക് സപ്ലൈ സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. MBBS വിദ്യാർത്ഥികളിൽ നിന്ന് അധികമായി ഈടാക്കുന്ന 6 മാസത്തെ ഫീസ് തിരികെ നൽകണമെന്ന നിർദ്ദേശത്തിൽ നിയമോപദേശം തേടാൻ സർക്കാർ. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശത്തിലാണ് ഉപദേശം തേടുന്നത്. ആരോഗ്യമന്ത്രി സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ഇന്ന് ചർച്ച നടത്തും. MG സർവകലാശാലയിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിൽ സംഘപരിവാർ അനുകൂലികളെ നിയമിക്കാൻ വൈസ് ചാൻസലർ ശ്രമിക്കുന്നുവെന്ന് ഇടത് അധ്യാപക സംഘടന. വകുപ്പ് മേധാവികൾ നൽകിയ പട്ടിക VC തള്ളിയെന്നും ഇത് അക്കാദമിക മികവിനെ വെല്ലുവിളിക്കുന്ന നീക്കമാണെന്നും വിമർശനം. 3 വർഷത്തിലധികമായി നികുതി അടയ്ക്കാത്തതിനെ തുടർന്ന് CPM പാർട്ടി ഓഫീസുകൾക്കെതിരെ ഷൊർണൂർ നഗരസഭ റവന്യൂ റിക്കവറി നടപടിയെടുത്തു. കുളപ്പുള്ളി, ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾക്കെതിരെയാണ് നടപടി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളും ആക്രമിച്ച കേസിൽ 7 പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. കേസിലെ പ്രധാന പ്രതിയും CPM നേതാവുമായ IP ബിനുവിന് ആവശ്യമായ വൈദ്യസഹായം ഉറപ്പാക്കണമെന്ന് കോടതി പോലീസിന് കർശന നിർദ്ദേശം നൽകി. 54.37 കിലോമീറ്റർ റോഡ് 4 വരി പാതയാക്കുന്നതിനായി കേരളത്തിന് 1663.15 കോടി രൂപ അനുവദിച്ചെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി.
ദേശീയപാത 183 കൊല്ലം ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ അഞ്ചുലിമൂട് വരെയുള്ള 54.37 കിലോമീറ്റർ റോഡ് 4 വരി പാതയാക്കുന്നതിനാണ് തുക അനുവദിച്ചതെന്നും മന്ത്രി അറിയിച്ചു. താരസംഘടനയായ അമ്മ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി അൻസിബ ഹസൻ. സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ എന്തു ചെയ്തെന്ന് വ്യക്തമാക്കണമെന്നും കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തത വരുത്തണമെന്നുമാണ് അൻസിബ അറിയിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന അതിജീവിതയുടെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ രജിസ്ട്രാർക്ക് കൈമാറണം. സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CMRL മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയിലിന് വീണ്ടും സമൻസ് അയച്ച് ED. ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇന്ന് ഒറ്റയ്ക്കിരുത്തിയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. കേസിൽ ശാസ്ത്രീയ തെളിവ് ശേഖരണമാണ് SITയുടെ ലക്ഷ്യം. മന്ത്രി സണ്ണി ജോസഫിന് പുതിയ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ചന്ദ്രൻ തില്ലങ്കേരിയെ പരിഗണിക്കുന്നു. ബന്ധുനിയമന വിവാദത്തിന് പിന്നാലെ ബെന്നി തോമസ് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ നിയമന നീക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം കൌൺസിലർ R. സുഗതന്റെ അറസ്റ്റിൽ പോലീസ് നടത്തിയത് പട്ടിഷോയെന്ന് മുൻ DGPയും BJP നേതാവുമായ R. ശ്രീലേഖ. സുഗതൻ ഗുണ്ടയല്ല, ഒരു ജനപ്രതിനിധിയാണെന്നും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണെന്നും ശ്രീലേഖ പറഞ്ഞു. ആകാശത്തേക്ക് വെടിവെച്ച CI വിപിന്റേത് ചീപ്പ് ഹീറോയിസമാണെന്നും ശ്രീലേഖ വിമർശിച്ചു. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ ജിപ്സം സീലിംഗ് അടർന്നു വീണ് 2 യാത്രക്കാരുടെ തലയ്ക്ക് പരിക്കേറ്റു. 2021 മദ്രാസ് IIT നടത്തിയ പരിശോധനയിൽ കെട്ടിടത്തിന് അടക്കം ബലക്ഷയമുണ്ടെന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെ പഠിച്ച വിവിധ DMK പാർട്ടി സമിതികൾ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. നേതാക്കളുടെ ധാർഷ്ട്യം, പാർട്ടിയിലെ വിഭാഗീയത, താഴെത്തട്ടിലെ പ്രവർത്തകരെ അവഗണിച്ചുള്ള തീരുമാനം എന്നിവയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് വൈകുന്നത് ചോദ്യം ചെയ്ത് പൈലറ്റുമാരുടെ സംഘടന. എയർ ഇന്ത്യയുടെ വിമാനം തകർന്ന് 1 വർഷം പിന്നിട്ടിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. RSS സർസംഘ ചാലക് മോഹൻ ഭാഗവത് സഞ്ചരിച്ചിരുന്ന ട്രെയിനിന് നേരെ കല്ലേറ്. ദില്ലിയിൽ നിന്നും ജൽപായ്ഗുരിയിലേക്ക് പോയ ശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിലാണ് RSS മേധാവി സഞ്ചരിച്ചിരുന്നത്. കല്ലേറുണ്ടായ ഉടൻ തന്നെ RPFും ലോക്കൽ പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. ഡൽഹിയിലെ തുഗ്ലക്കാബാദിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായി. ഇന്ന് പുലർച്ചെയോടെയാണ് ദുരന്തം ഉണ്ടായത്. അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ നിരവധി പേരെ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. മധ്യപ്രദേശിൽ 3 BJP സ്ഥാനാർത്ഥികളെയും രാജ്യസഭയിലേക്ക് വിജയികളായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. ഇതിനെതിരെ സംസ്ഥാനത്തെ MLAമാരെ ഇന്ന് ദില്ലിയിലെത്തിച്ച് ശക്തമായി പ്രതിഷേധിക്കാനാണ് തീരുമാനം. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭാ MP തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സുപ്രീം കോടതിയിൽ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി തള്ളി. ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടപെടുന്നില്ലെന്നും തെരഞ്ഞെടുപ്പ് ഹർജിയായി ഹൈക്കോടതിയെ സമീപിക്കാനും നിർദ്ദേശം നൽകി. തൃണമൂലിന് പിന്തുണ പിൻവലിച്ചവർ രാജിവെച്ച് BJP ടിക്കറ്റിൽ വീണ്ടും മത്സരിച്ച് ജനപിന്തുണ തെളിയിക്കണമെന്ന് തൃണമൂൽ MP മഹുവ മൊയ്ത്ര. തൃണമൂൽ കോൺഗ്രസിനെ തകർക്കാൻ BJP ഭീഷണിയും സമ്മർദ്ദവും ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച മഹുവ മൊയ്ത്ര BJPക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ പ്രതിപക്ഷ പാർട്ടികളോട് ആഹ്വാനം ചെയ്തു. റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് ആഗോള എണ്ണ വിപണിയിൽ വില നിയന്ത്രിക്കാനായി റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക തന്നെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയെ പാശ്ചാത്യ രാജ്യങ്ങൾ വിമർശിക്കുന്നതിനിടയിലാണ് വിപണിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അമേരിക്ക തന്നെ ഇത് ആവശ്യപ്പെട്ടിരുന്നു എന്ന വസ്തുത മന്ത്രി തുറന്നു പറഞ്ഞത്. ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ജസ്പാൽ റാണ അന്തരിച്ചു. ദില്ലിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ജസ്പാൽ റാണ.
പത്മശ്രീ, അർജുന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡും നേടിയിട്ടുണ്ട്. വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ കൊടിയേറും. ഇന്ത്യൻ സമയം രാത്രി 11-ന് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. നിലവിലെ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യ 14-ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. പൊരുതി കളിച്ച ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ഗോളിനാണ് ദക്ഷിണ കൊറിയ പരാജയപ്പെടുത്തിയത്. ഹാങ് ഇൻ ബെയോം, ഓ ഹ്യൂയോൻ ഗ്യു എന്നിവരാണ് കൊറിയയുടെ ഗോളുകൾ നേടിയത്. ലാഡിസ്ലാവ് കെററ്റ്സിയുടെ വകയായിരുന്നു ചെക്കിന്റെ ഏക ഗോൾ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.